എല്ലാവർക്കും നമസ്തേ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അഡ്വാൻസ് പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്യാത്ത ദിവസങ്ങളിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഹെൽത്തി ദോശയുടെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ കണ്ടു നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് മസൂർ ദാലാണ് എടുത്തിട്ടുള്ളത്. ഇത് 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ, കുതിർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് കുതിർത്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, പെട്ടെന്നൊന്ന് അരിഞ്ഞ് കിട്ടാനായിട്ട്. ഇതിനെ നമുക്ക് മിക്സിയിൽ ഒരു വെറ്റ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ക്യാരറ്റിൻ്റെ 1/4 ഭാഗമാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഇല്ലെങ്കിലും നല്ല ദോശ തന്നെ കിട്ടും. അതും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം, 3 ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ 10-12 കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അരയ്ക്കാൻ ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും തരിയില്ല. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അല്പം കൂടി വെള്ളം ചേർത്ത് ഒന്നും കൂടി നമുക്ക് ലൂസാക്കി എടുക്കണം. ഒത്തിരി ലൂസാക്കണ്ട കേട്ടോ, ഈ ഒരു പരുവം മതി. ഇനി ദോശ ചുട്ടെടുക്കാം. ബാറ്റർ നന്നായിട്ട് ഇളക്കി ഒരു തവി ഒഴിച്ച് തിന്നായിട്ട് പരത്തിയെടുക്കണം. ഒന്ന് നിറം മാറി തുടങ്ങിയാൽ അല്പം നെയ്യൊന്ന് തൂക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വശവും മൊരിച്ചെടുക്കണം. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഒരു കളറും പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. ഇതുപോലെ എല്ലാ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. മുഴുവൻ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. സൈഡായിട്ട് ഞാൻ ഗ്രീൻ ചട്നിയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ദോശയ്ക്ക്. ഈ ഒരു ഇൻസ്റ്റൻറ്റ് ദോശ നിങ്ങളും തയ്യാറാക്കി നോക്കുക. ഒരെണ്ണം ചട്നി കൂട്ടി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല സ്വാദുണ്ട് കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എഴുതാൻ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്തു വരിക. കറി വിത്ത് അമ്മയിലെ അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിൽ ഒരുപാട് പേര് ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയി എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും റെസിപ്പി അമ്മ വഴി കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ തീർച്ചയായും ഫീഡ്ബാക്സ് വഴി അറിയിക്കണം. ഞങ്ങൾ അത് ഞങ്ങളുടെ റെസിപ്പീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. കറി വിത്ത് അമ്മ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ നന്ദി. ഗുഡ് ബൈ.